നമസ്കാരം. വളരെയേറെ വിവാദങ്ങൾക്ക് തിരികൊളുത്തുന്ന ഒരു വിഷയമാണ്, തലമുടിയെ സംബന്ധിച്ചതാണ്. ഇന്ന് ഒരുപാട് പേർ തലമുടി അഴിച്ചിട്ടിട്ടാണ് നടക്കുന്നത്. അതെന്തുകൊണ്ട് കെട്ടിവെക്കണം എന്നുള്ളതിലേക്ക് നമുക്ക് നോക്കാം. പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കുക. ഇതാരെയും വേദനിപ്പിക്കുവാനുള്ള ഒരു വീഡിയോ ആയിട്ട് കാണരുത്. ആരെയും മുറിവേൽപ്പിക്കുവാനുള്ളതല്ല. സ്ത്രീകൾ മാത്രമല്ല, ഇന്ന് ഒരുപാട് പുരുഷന്മാരും തലമുടി വളർത്തുന്നുണ്ട്. വളരെയേറെ നല്ല കാര്യമാണ്. തലമുടി തീർച്ചയായിട്ടും വളർത്തണം. അതിലേക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. പ്രിപ്പയർ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്, ഓരോ പോയിൻ്റായിട്ട് മറന്നു പോകാതിരിക്കുവാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ പോയിൻ്റ്, തലമുടി സംരക്ഷണമാണ് ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം. തലമുടി വിരിച്ചിട്ട് കഴിഞ്ഞാൽ മുടികൾ തമ്മിൽ ഫ്രിക്ഷൻ ഉണ്ടാകും, ബ്രേക്കേജ് സംഭവിക്കും. ഇതെല്ലാം കുറയ്ക്കുവാനായി മുടി കെട്ടിവെക്കണമെന്ന് പഴമക്കാർ പറഞ്ഞിരുന്നു. എന്തുകൊണ്ട് തലമുടി കെട്ടിവെക്കണം എന്നുള്ളത് ഗൂഗിൾ ചെയ്യുക. ചാറ്റ് GPT ഉണ്ട്, AI ഉണ്ട്, ഒരുപാട് ഉത്തരങ്ങൾ നമുക്ക് ലഭിക്കും. നല്ലതിനെ സ്വീകരിക്കുക, കൊള്ളേണ്ടതിനെ കൊള്ളുക, തള്ളേണ്ടതിനെ തള്ളുക. പോയിൻ്റ് നമ്പർ 2, കാറ്റത്ത് മുടി ഒരുപാട് പ്രാവശ്യം പറന്ന് നമ്മുടെ മുഖത്ത് തന്നെ അത് വീണുകൊണ്ടേയിരിക്കും. നമ്മളതിനെ മാറ്റിക്കൊണ്ടേയിരിക്കണം. ആ തലമുടി വീണ്ടും ഫ്രിക്ഷൻ ഉണ്ടാകുന്നു. തലമുടിയിലുള്ള വിയർപ്പ്, ബാക്ടീരിയ മുതലായവ മുഖത്ത് പറ്റിപ്പിടിക്കുവാനുള്ള സാധ്യതയുണ്ട്. മുഖക്കുരു വരാനുള്ള സാധ്യതയുണ്ട്. വരും എന്നല്ല പറഞ്ഞത്, ശ്രദ്ധിക്കുക വാക്കുകൾ. വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ചർമ്മ സംരക്ഷണത്തിനും വേണ്ടിയിട്ട് തലമുടി കെട്ടിവെച്ചാൽ നന്നായിരിക്കും. മുടി കെട്ടിവെച്ച് കഴിഞ്ഞാൽ എക്സ്പോഷർ കുറയും. പ്രകൃതിയിലുള്ള നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പൊല്യൂഷൻ, ഒരുപാട് പൊടി, ഡസ്റ്റ്, ഇങ്ങനെ ഒരുപാട് അഴുക്കുകളെല്ലാം തന്നെ കാറ്റത്തുണ്ട്. ഇതെല്ലാം നമ്മുടെ തലമുടിയിൽ പറ്റിപ്പിടിക്കില്ല. ഇല്ലെങ്കിൽ പറ്റിപ്പിടിക്കുന്നത് കുറയും, നന്നേ കുറഞ്ഞിരിക്കും എന്നുള്ളതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. അടുത്തതായി, ഈ തലമുടി കെട്ടിവെക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ശ്രദ്ധ കൂടും എന്നുള്ളതാണ്. തലമുടിക്കും ശ്രദ്ധയ്ക്കും എന്താണ് ബന്ധം എന്ന് ചോദിക്കരുത്. സ്വയം മനസ്സിലാക്കുക. ശ്രദ്ധ കൂടും. കാരണം ഡിസ്ട്രാക്ഷൻ ഒഴിവാകും. തലമുടി ഒരു 100 പ്രാവശ്യം നമ്മൾ മാറ്റി ഒതുക്കി വെക്കേണ്ടതായിട്ട് വരില്ല. ചെയ്യുന്ന ജോലിയിലുള്ള ശ്രദ്ധ കൂടും എന്നുള്ളതാണ് ഇതിൻ്റെ പുറകെ നാം ചിന്തിക്കേണ്ടത്. പല സ്ഥലങ്ങളിൽ നോക്കിയാൽ തന്നെ നമുക്കറിയാം, പല പ്രൊഫഷൻസ്, ഉദാഹരണം പോലീസ്, ഡിഫൻസ്, പട്ടാളത്തിലൊക്കെ അവിടെയും സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. അതുപോലെ തന്നെ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ മുടി കെട്ടിവെച്ചേ പറ്റൂ. ഇമ്പോർട്ടൻ്റ് മീറ്റിങ്സിൽ പോവുകയാണ്. സ്കൂൾ കുട്ടികൾ പഠിക്കുമ്പോൾ മുടിയുടെ പുറകെ പോയി അതിനെ ടൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആലോചിക്കാതിരിക്കുവാൻ വേണ്ടി, ശ്രദ്ധ മാറാതിരിക്കുവാൻ വേണ്ടി എന്നിങ്ങനെ കുറേ പ്രക്രിയകൾ നമുക്ക് ഇതിലൂടെ ചിന്തിക്കുവാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഡിസ്ട്രാക്ഷൻ മാറ്റുവാനായിട്ട് സാധിക്കും. കുറേയേറെ ഡിസ്ട്രാക്ഷൻ മാറ്റപ്പെടും എന്നുള്ളതാണ് ഇതിലൂടെ നാം ചിന്തിക്കേണ്ടത്. അടുത്തതായിട്ട്, പല പ്രദേശങ്ങളിലും മുടി കെട്ടിവെക്കുന്നതും ഇല്ലെങ്കിൽ തലമുടി മറച്ച് വയ്ക്കുന്നതും സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഓർക്കുക, മുടി മറച്ചു വയ്ക്കുന്നതും മുടി കെട്ടിവെക്കുന്നതും പല ദേശങ്ങളിലും, ഒട്ടുമുക്കാൽ ദേശങ്ങളിലും അത് സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതൊരു നല്ലതിലേക്കാണ് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അത് ഫോളോ ചെയ്യുക. ഈ പഠിക്കുന്ന കുട്ടികൾക്ക് ഒന്നുകൂടി പറയട്ടെ, പഠിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ തീർച്ചയായിട്ടും ഈ മുടി കാരണം തലമുടി കാറ്റത്തും പല സമയത്തും അത് മുഖത്തോട് വീഴും. നമ്മളതിനെ വീണ്ടും മാറ്റും, വീണ്ടും വീഴും, വീണ്ടും മാറ്റും. ഇതിങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മളറിയാതെ. അപ്പോൾ ശ്രദ്ധ മാറിക്കൊണ്ടേയിരിക്കും. അതിനാലാണ് സ്കൂളുകളിൽ പെൺകുട്ടികളായാലും ശരി, ആൺകുട്ടികളായാലും ശരി, മുടി നിറയെയുള്ള ആൺകുട്ടികളുമുണ്ട്, അവർ കെട്ടിവെച്ച് തന്നെ വരണം എന്ന് പറയാനുള്ള പ്രധാന കാരണം ഇതാണ്. വേറൊന്ന് ആലോചിക്കാം, സ്പോർട്സിന് പോകുമ്പോൾ മുടി അഴിച്ചിട്ടിട്ട്, സ്പോർട്സ് ഗെയിംസ് ഇതിലൊക്കെ നാം പങ്കെടുക്കുമ്പോൾ മുടി കെട്ടിവെച്ചിരിക്കും. ഒരാൾ പാചകം ചെയ്യുമ്പോൾ മുടി കെട്ടിവെച്ചിരിക്കും. കാരണം തലമുടി എന്നുള്ളത് നമുക്ക് വർജ്യമാണ്. അത് കഴിക്കുവാൻ പറ്റില്ല, ഇല്ലെങ്കിൽ ദഹിക്കില്ല. കാരണം അത് ഫുഡിലൂടെ അകത്ത് പോകാനുള്ള സാധ്യതയുണ്ട്. ഫുഡിൽ നാം കഴിക്കുന്ന ആഹാരത്തിൽ തലമുടി കണ്ടാൽ തന്നെ അപ്പോൾ തന്നെ അത് എടുത്തു മാറ്റി വെച്ചിട്ടേ നാം കഴിക്കുകയുള്ളൂ.
അപ്പോൾ പ്രകൃതിയിൽ നാം ചിന്തിക്കേണ്ടത്, പ്രകൃതിയെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടത്, നാം അറിയാതെ തന്നെ കാറ്റത്ത് നമ്മുടെ തലമുടി ജന്തുക്കളുടെ, മൃഗങ്ങളുടെ ഭക്ഷണ പദാർത്ഥത്തിൽ പോയി വീഴുവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുന്നേയില്ല. ഈ പ്രകൃതി സ്നേഹികൾ, ഈ മൃഗസ്നേഹികളെല്ലാം തന്നെ ചിന്തിക്കുക, അവരവരുടെ മുടി കാറ്റത്ത് പറന്നു പോയി തെരുവ് നായ്ക്കളുടെ ഇല്ലെങ്കിൽ ഏതെങ്കിലും മൃഗങ്ങളുടെ ഭക്ഷണത്തിൽ പോയി കലരുവാനുള്ള സാധ്യതയുണ്ട്. അടുത്തതായി പ്രധാനമായിട്ട് സാംസ്കാരികമായിട്ട് നമ്മുടെ സംസ്കാരത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ, നാം ക്ഷേത്രത്തിൽ പോകുന്നു, മുടി പറ്റെ അഴിച്ചിട്ടിട്ടാണ് പോകുന്നത്. അവിടെ 24 മണിക്കൂറും വളരെ ശ്രദ്ധയോടും ശുദ്ധിയോടും കൂടി ക്രിയകൾ നടക്കുമ്പോൾ ഈ മുടി നേരെ കലശം പൂജിക്കുന്ന സ്ഥലത്ത് പോയി വീഴും. ഇല്ലെങ്കിൽ നിവേദ്യം അവിടെ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇല്ലെങ്കിൽ അവിടെ ഒരു പൂജ, വിളക്കിൽ പൂജ കഴിക്കുകയാണ്, അവിടെ പൂജാദ്രവ്യങ്ങളുണ്ട് എന്നിങ്ങനെ കുറേ സാധനങ്ങൾ, പൂക്കൾ വെച്ചിട്ടുണ്ട് അർച്ചിക്കുവാനായിട്ട്, അതിൽ പോയി വീഴും. ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കേണ്ടതുണ്ട്. ഇതെല്ലാം ഒരു നല്ലതിലേക്കാണ് എന്ന് തോന്നുന്ന പക്ഷം, ദയവ് ചെയ്ത് സാധിക്കുന്ന പക്ഷം ഏവരും മുടി കെട്ടിവെച്ച് ശീലിക്കുക. ഇത് സ്ത്രീകൾക്ക് മാത്രമുള്ള ഒരു എപ്പിസോഡായിട്ട് ഇല്ലെങ്കിൽ ഇൻഫർമേഷനായിട്ട് കരുതരുത്. ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ബാധകമായ ഒരു വിഷയമാണ്. നമസ്കാരം.